പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കീഴ്ശ്ശേരി ഉപജില്ല ഷെൽട്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു വിനോദയാത്രാ പരിപാടിയിലാണ് നമ്മളുള്ളത്. നമുക്ക് കാണാം. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് ചാവക്കാട് പഞ്ചവടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെറൈൻ അക്വേറിയമാണ്. ടൂറിൻ്റെ ഒരു ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. പ്രധാന ഭാഗമാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ചാവക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അക്വേറിയത്തിലേക്കാണ്. നമുക്ക് പോയി നോക്കാം. ഇതാ നമ്മൾ ഈ അക്വേറിയത്തിൽ എത്തിക്കഴിഞ്ഞു. കീഴ്ശ്ശേരി KSPU അംഗങ്ങളായ 17 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഗുരുവായൂർ, ആനക്കോട്ടയും മറ്റും കണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ എൻട്രൻസിൽ തന്നെയുള്ള കമാനങ്ങളും അതുപോലെ അലങ്കാരങ്ങളുമൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. 400 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ. ഞങ്ങൾ കീഴ്ശ്ശേരിയിൽ നിന്ന് 17 പേരുള്ള ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ എൻട്രൻസിലും അതുപോലെ ഈ പാസേജുകളിലുമൊക്കെയുള്ള കാഴ്ചകൾ വളരെയധികം ആംബിയൻസ് ഉളവാക്കുന്നവയാണ്. ഇവിടെ ഈ കാഴ്ചകൾ തുടക്കത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മെ സ്വാഗതം ചെയ്യാനെത്തുന്നത് ഈ ഒട്ടകപ്പക്ഷികളും മറ്റു ചില മൃഗങ്ങളുമൊക്കെയാണ്. പക്ഷിവർഗങ്ങളിൽ ഏറ്റവും വലിയ ജീവിയാണ് ഒട്ടകപ്പക്ഷികൾ എന്ന് നമുക്കറിയാം. ഈ എൻട്രൻസ് കഴിഞ്ഞു വരുന്ന ഹാളിലെ കാഴ്ചകൾ എല്ലാവരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ്. ഇതാ നമ്മൾ ടിക്കറ്റ് എടുത്ത് മറൈൻ വേൾഡിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് യഥാർത്ഥ കാഴ്ച നമ്മെ കാത്തു നിൽക്കുന്നത്. ഇതാ മത്സ്യങ്ങൾ ആരംഭിക്കുകയാണ്. ചെറിയ ചെറിയ മത്സ്യങ്ങളെയാണ് ആദ്യം നമ്മൾ കണ്ടുവരുന്നത്. നോക്കുക, ഇവിടെ ഒരു കറുത്ത മത്സ്യത്തെ കാണാം. ഇനി വർണ്ണാഭമായ ചില മത്സ്യങ്ങൾ കൂടി തുടർന്നു വരുന്നു. ചുവപ്പ്, മഞ്ഞ എന്നിങ്ങനെ പച്ചയുണ്ട്. മത്സ്യങ്ങളുടെ ഒരു കൂട്ടം തന്നെ ആരംഭിക്കുകയായി. വിവിധ വർണ്ണങ്ങൾ, വിവിധ രൂപങ്ങൾ, കൊച്ചു കൊച്ചു മത്സ്യങ്ങൾ നീന്തി തുടിക്കുകയാണ് ഇവിടെ. നിയോൺ ടെട്രാ വിഭാഗത്തിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇത്തരം മത്സ്യങ്ങൾ നിറയെ ഈ ചില്ലുകൂട്ടിൽ നീന്തി തുടിക്കുന്നു. ഡാംസെൽ മത്സ്യങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗ്രാസ് കാർപ്പ് എന്ന വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവ. വളരെ വിലപിടിപ്പുള്ള പ്ലാറ്റിനം അലിഗേറ്റർ ഗാവ് എന്ന മത്സ്യമാണിത്. വിലപിടിപ്പുള്ള മത്സ്യങ്ങളാണ് പ്ലാറ്റിനം അലിഗേറ്റർ ഗാവ്.
ഇവയാണ് അരോണ മത്സ്യങ്ങൾ. വലിപ്പമുള്ള ടാങ്കുകളിലും ഓവർഹെഡ് അക്വേറിയത്തിലും സൂക്ഷിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ മനോഹരമായ ജലജീവികളുടെ ആവാസ കേന്ദ്രമാണ് മറൈൻ വേൾഡ് അക്വേറിയം. സമുദ്രങ്ങൾ, സമുദ്ര ശുദ്ധജല ജീവികളുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ പ്രചാരത്തിനും അവബോധത്തിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന പ്രവാസി ബിസിനസ്സുകാരുടെയും എഞ്ചിനീയർമാരുടെയും ഒരു സംഘം 2007 ആരംഭിച്ച ഒരു സാങ്കേതിക വാണിജ്യ സംരംഭമാണ് ഇത്. അലാവുദ്ദീനും അത്ഭുതവിളക്കും തീമിലാണ് ഇവിടെ മത്സ്യങ്ങളെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നോക്കുക. സീബ്ര തിലാപ്പിയ മത്സ്യങ്ങളാണ് ഇവ. ഇവയാണ് കറുത്ത കാരികൾ. ഇവയുടെ മുള്ളുകൊണ്ട് കുത്തുകെട്ടിയാൽ നല്ല കടച്ചിലാണ്. കാറ്റ്ഫിഷ് അഥവാ മുഷി വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. ഇത് റോയൽ നൈഫ് ഫിഷ്. അരാപ്പൈമ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ എസ്സെക്യുബോ നദീതടങ്ങളിൽ നിന്നുള്ള അരാപ്പൈമ അസ്തിനാവിലെ വലിയ ഇനമാണ് അരാപ്പൈമ മത്സ്യങ്ങൾ. ലോകത്തിലെ ശുദ്ധജല മത്സ്യങ്ങളിൽ ഏറ്റവും വലുതാണിത്. ഇവയ്ക്ക് 3 മീറ്റർ വരെ നീളവും 200 കിലോഗ്രാം വരെ തൂക്കവും വരും. പ്രധാന ഭക്ഷണം മത്സ്യം തന്നെയാണ്. ചുവന്ന മത്സ്യം എന്നർത്ഥം വരുന്ന പിക്കാരുക്കു എന്നാണ് പോർച്ചുഗീസിൽ ഇതിൻ്റെ പേര്. ഇവിടെ ഇതാ ധാരാളം ചില്ലുകൂടുകൾ. ഓരോന്നിലും ധാരാളം മീനുകളുണ്ട്. വിവിധ ഇനത്തിലുള്ള ഓരോന്നിൻ്റെയും പേരുകൾ ഓരോന്നിനെ നേരെയും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ സിക്ലീഡ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവിടെ ഈ കാണുന്നത്. മത്സ്യങ്ങൾ പ്രധാനമായും 2 തരത്തിലുള്ളവയാണ്: ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും. മത്സ്യങ്ങൾക്ക് പൊതുവെ ചിറകുകളും ചെതുമ്പലുകളും കാണപ്പെടുന്നു. എന്നാൽ മുഷി പോലുള്ള വഴുവഴുപ്പുള്ള മത്സ്യങ്ങൾ ചെതുമ്പലില്ലാത്തവയാണ്. മത്സ്യങ്ങൾ സാധാരണയായി ജലത്തിൽ കലർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത്. എന്നാൽ വായുവിൽ നിന്ന് നേരിട്ട് ശ്വസിക്കുന്ന മത്സ്യങ്ങളുമുണ്ട്. ജലത്തിൽ കലർന്നിരിക്കുന്ന ഓക്സിജനെ സ്വീകരിക്കാൻ മത്സ്യങ്ങളുടെ ചെകിളപ്പൂക്കൾ അവയെ സഹായിക്കുന്നു. ലോകമെമ്പാടും ഭക്ഷണമായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ മത്സ്യങ്ങൾക്ക് വാണിജ്യപരമായി വളരെ പ്രാധാന്യമുണ്ട്. വളരെ നല്ല ഒരു പോഷകാഹാരം കൂടിയാണ് മത്സ്യം. പ്രോട്ടീൻ അഥവാ മാംസ്യം, ഒമേഗ 3 ഫാറ്റിക് ആസിഡ്, വിറ്റാമിൻ B12, വിറ്റാമിൻ D തുടങ്ങിയ ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവയുടെ നല്ല സ്രോതസ്സാണ് മത്സ്യം എന്നത് ഇവയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മത്തി, ചാള, അയല, കൊഴുവ, കളിമീൻ, ആവോലി എന്നിവ. കടലിൽ നിന്ന് ലഭിക്കുന്ന താരതമ്യേന ചെറുതോ ഇടത്തരമോയായ മത്സ്യങ്ങൾ ഏറെ ഗുണകരമാണ്. ഇതാണ് ജെല്ലി കാറ്റ്ഫിഷ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മെഗാ ഫാറ്റിക് ആസിഡുകൾ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. ടർക്കാന ബിച്ചിൽ, മാർബിലിയോ ബിച്ച് എന്നീ മത്സ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗോൾഡ് ഫിഷ്, ലാൻഡ് ഫിഷ്, ഗപ്പീസ്, കാപ്സ്, കാറ്റ് ഫിഷ്, ടെട്രാസ്, സീബ്ര, ബാബ്സ്, റാസ്പോറ, ടോപ്പ് മിന്നോ, പ്ലാറ്റീസ്, സോട്ടൈൽസ്, മോളീസ്, സൈക്ലിഡ്സ്, ഏഞ്ചൽ ഫിഷ്, സയാമീസ് ഫൈറ്റേഴ്സ്, ഗൗരാമി എന്നിവ അലങ്കാരത്തിനു വേണ്ടി മാത്രം വളർത്തുന്ന മത്സ്യങ്ങളാണ്. ബ്ലാക്ക് കോസ്റ്റ് നൈഫ് ഫിഷാണ് ഇത്.
ഇത് പിങ്ക് ടൈൽ കാറ്റ്ലസ്. ഇവയാണ് പാരറ്റ് ഫിഷുകൾ. ജയൻ ഗൗരാമി, റെഡ് ടൈൽഡ് ടിൻഫോൾഡ് ബാർബ് എന്നിവയാണ് ഇവിടെ കാണുന്ന ഈ മത്സ്യങ്ങൾ. ഇവിടെ നമുക്ക് അത്യന്തം ആക്രമണകാരികളായ പിരാന മത്സ്യങ്ങളെ കാണാം. സ്രാവ് വിഭാഗത്തിൽപ്പെട്ട വൈറ്റ് ഷാർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇവയാണ് നിയോൺ ടെട്ര, ചെറി ബാർബ് എന്നിവ. ബ്ലഡ് റെഡ് ജിയോൽ ഫിഷ്, ബ്ലാക്ക് ബ്രാൻഡഡ് ലെപ്പിർനസ് എന്നിവയാണ് ഈ മത്സ്യങ്ങൾ. കാണാൻ കുഞ്ഞന്മാരാണെങ്കിലും ഇവയുടെ പേര് കേട്ടാൽ ഞെട്ടും. എലിഫന്റ് നോസ് ഫിഷ്. ഓരോ മത്സ്യത്തിൻ്റെയും പേര്, അവയുടെ ജന്മദേശം, ഭക്ഷണം, സൈസ് എത്രയാണ് എന്നിവയെല്ലാം അവയുടെ ടാങ്കുകളിൽ സൂചിപ്പിച്ചതായി കാണാം. റെഡ് ബെല്ലിയുടെ പാക്യു, അരാപൈമ എന്നിവയാണ് ഇവിടെ കാണുന്നത്. കേരളത്തിൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അരാപൈമ അക്വാകൾച്ചർ കുളങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജലാശയങ്ങളിൽ എത്തിയതായി പറയപ്പെടുന്നു. ഇതിനയുടെ ഒരു അധിനിവേശ ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ഓക്സിജനാണ് മത്സ്യങ്ങൾ സാധാരണയായി ശ്വസിക്കുന്നത്. മത്സ്യങ്ങൾ മിക്കവാറും മുട്ടയിട്ട് പ്രജനനം നടത്തുന്ന ജീവികളാണ്. എന്നാൽ പ്രസവിക്കുന്നവയുമുണ്ട്. യെല്ലോ സർജൻ, സർജൻ മേജർ, ബ്ലാക്ക് സർജൻ, മാംഗ്രൂവ് റെഡ് സ്നാപ്പർ, ബ്ലൂ വിങ് ഏഞ്ചൽ എന്നിവയൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന മത്സ്യവിഭാഗങ്ങൾ. ഇവിടെ ഇതാ നെട്ടറുകളും ഈ കൂട്ടത്തിൽ കാണാം. ഇത് ഇംഗ്ലീഷിൽ പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ കരിമീൻ. ഇതാണ് ലാൻഡ് ഫിഷ്. റെഡ് ടൂത്ത് ട്രിഗറാണ് ഈ മത്സ്യം. ഇവയാണ് ക്രസന്റ് ഗ്രണ്ടർ.
ഇവിടെ നമുക്കൊരു സ്റ്റോൺ ഫിഷിനെ കാണാം. ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള മത്സ്യമാണ് സ്റ്റോൺ ഫിഷ്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കണ്ണുകളും മറ്റും അനങ്ങുന്നതായി തോന്നും. ഇതാ ഇവിടെ മറ്റൊരു ജീവി. ഇതിൻ്റെ പേര് ആക്സിലോട്ടൽ. ഇതൊരു ഉഭയജീവിയാണ്. സാലമാൻഡറുമായി സാമ്യമുള്ള ഒരു ജീവിയാണ് ഇത്. സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ കാലും തലയുമൊക്കെ ഇളകുന്നതായി കാണാം. ഇവിടെ നമുക്ക് ഹണികോം സ്റ്റിംഗ്രേ, ബുൾ ഷാർക്ക്, ബ്ലാക്ക് ടിപ്പ് ഷാർക്ക് എന്നിവയാണ് കാണുന്നത്. ഭക്ഷ്യയോഗ്യമായ കടൽ മത്സ്യമാണ് സ്രാവ്. ചില ഇനം സ്രാവുകൾ ആക്രമണകാരികളാണ്. ഐലാസ് കോംപ്ലക്സ് എന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് സ്രാവുകൾ. മറ്റു ജീവികളിൽ കാണുന്ന തരം കടുത്ത കാൽഷ്യം നിറഞ്ഞ പല്ലുകൾക്ക് പകരം മൃദുലമായ തരുണാസ്ഥികളാണ് ഇവയിലുള്ളത്. പെന്നറ്റ് കോറൽ, ഓറിയന്റൽ സീഡ് ലീവ്സ്, ലാവൻഡർ ടാനി എന്നിവയെ കാണാം. ഇവിടെ വിവിധ നിറങ്ങളിലുള്ള ടിലാപ്പിയകളാണ് ഇവ. പലതരത്തിലുള്ള ആൽബിനോ മത്സ്യങ്ങളുമുണ്ട് ഇവിടെ. യെല്ലോ സ്പോട്ടഡ് മുറേ ഈൽ എന്ന മത്സ്യമാണിത്. മുറേ ഈലുകൾ ലോകമെമ്പാടും കാണപ്പെടുന്ന ഈലുകളുടെ കുടുംബമാണ്. 15 ജനുസുകളിലായി 200 സ്പെഷീസുകളുണ്ട് ഇവ. പൂർണ്ണമായും സമുദ്രത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. എന്നാൽ പല സ്പെഷീസുകളിലും പതിവായി ഉപ്പുവെള്ളത്തിലും ചിലത് ശുദ്ധജലത്തിലും കാണപ്പെടുന്നു. പെക്റ്റിൽ ഫീനുകൾ ഇല്ല എന്നത് അവയുടെ സെർപ്പൻറ്റൈൻ രൂപം വർദ്ധിപ്പിക്കുന്നു. കണ്ണുകൾ വളരെ ചെറുതുമാണ്. ഇരയെ പിടിക്കാനും മാംസം കീറാനും പറ്റിയ താടിയെല്ലുകളും പല്ലുകളും ഉണ്ട്. കൂടാതെ അവയ്ക്ക് പൊടിക്കാൻ അനുയോജ്യമായ മൂർച്ചയുള്ള മോളാർ പോലുള്ള പല്ലുകളുണ്ട്. മുറേകൾ അവയുടെ മിനുസമാർന്നതും ചെതുമ്പലില്ലാത്തതുമായ ചർമ്മത്തിന് മുകളിൽ ഒരു സംരക്ഷിത മ്യൂക്കസ് സ്രവിപ്പിക്കുന്നു. ശ്വസനം സുഗമമാക്കുന്നതിന് മുറേ മത്സ്യം ഒരു വിടവിലൂടെ വിഴുങ്ങൽ ചലനം നിലനിർത്തുന്നു. ഇതാ ഇവിടെ കാണുന്ന ഇവയാണ് മൂൺ റാറ്റ്സ്. ഗോലിയാത്ത് ഗ്രൂപ്പർ, ഗ്രേ ബാംബു ഷാർക്ക്, പോംപാനോ, സ്ട്രീക്ക്ഡ് സ്പൈൻ ഫുഡ് എന്നിവയാണ് അടുത്തതായി നമ്മൾ കാണുന്നത്. ഇതാണ് ഓസ്കാർ മത്സ്യങ്ങൾ. ആഫ്രിക്കൻ ടൈഗർ സ്കാറ്റ്, റോഡ്കിൽ സീറൻ സൈക്ലിഡ് എന്നിവയാണ് ഇത്. റെയിൻബോ ഷാർക്ക് എന്ന മാണിക്യ സ്രാവിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മൂൺലൈറ്റ് ഗൗരാമികളാണ് ഇവ. സിൽവർ ഡോളർ, 5 ലൈൻഡ് സിൽവർ ഡോളർ, സ്പോട്ടഡ് സിൽവർ ഡോളർ എന്നിവയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹൻ പരൽ, ബ്ലൂ മഹാസിർ അല്ലെങ്കിൽ കുയിൽ മീൻ എന്നിവയെയും കാണാം. നമ്മൾ മുമ്പ് കറുത്ത കാരിയെ കണ്ടിരുന്നു. ഇപ്പോൾ കാണുന്നത് വെളുത്ത കാരിയാണ്. കറുത്ത കാരിയെപ്പോലെ ഇവയ്ക്കും മുള്ളുണ്ട്, കുത്തുന്നവയുമാണ്. ആൽബിനോ സ്റ്റിഞ്ചിങ് കാറ്റ്ഫിഷ്, അപ്സൈഡ് ഡൗൺ കാറ്റ്ഫിഷ് എന്നിങ്ങനെ 2 വിഭാഗം ഇവിടെയുണ്ട്. ഇവയാണ് സീബ്ര തിലാപ്പിയകൾ. പച്ചപ്പിൻ്റെ നാടായ കേരളത്തിലെ മറൈൻ വേൾഡിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു അക്വേറിയം എന്ന നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജീവജാലങ്ങളുടെ വലിപ്പമുള്ള ടാങ്കുകളും ഓവർഹെഡ് അക്വേറിയങ്ങളിലും അതിശയകരമായ ജലജീവികളുടെ ഒരു നിര തന്നെ പ്രദർശിപ്പിക്കപ്പെടുന്നു. ടിക്കറ്റിന് 400 രൂപയാണ് ഇവിടുത്തെ നിരക്ക്. പ്രായമായവർക്ക് 350 രൂപയും കുട്ടികൾക്ക് 280 രൂപയുമാണ്. സുദീർഘമായൊരു സമയം കൊണ്ട് ഇത്രയും കാഴ്ചകൾ കണ്ടു തീർക്കാനാവൂ. മറ്റു മത്സ്യങ്ങൾക്കിടയിൽ നക്ഷത്ര മത്സ്യങ്ങളെയും കാണാം. മുന്നൂറിലധികം വിഭാഗങ്ങളിലായി 3 ലക്ഷത്തിലധികം മത്സ്യങ്ങളുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. നമ്മളിപ്പോഴിതാ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ വശങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ മുകളിലും അക്വേറിയങ്ങളുണ്ട്. മത്സ്യങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാം. അക്വേറിയത്തിനുള്ളിൽ ഇപ്പോൾ മത്സ്യങ്ങൾ മാത്രമല്ല, ഒരു സ്കൂബ ഡൈവർ കൂടി നീന്തി കളിക്കുന്നത് കാണാം. അദ്ദേഹം ടാങ്ക് വൃത്തിയാക്കുകയാണ്. ഇവിടെ കാണുന്നത് വലിയ കാറ്റ്ഫിഷ് വിഭാഗങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളാണ്. വലിയ ടാങ്കിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അരാപ്പൈമകൾ, അലിഗേറ്റർ, തിരണ്ടികൾ, സ്രാവുകൾ എന്നിങ്ങനെ ധാരാളം മത്സ്യങ്ങൾ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യവും ഗാർ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനവുമാണ് അലിഗേറ്റർ ഗാർ. ഗറുകൾ പലപ്പോഴും പ്രാഥമിക മത്സ്യങ്ങൾ അഥവാ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് പരാമർശിക്കപ്പെടുന്നു.
കാരണം അവയുടെ മുൻകാല പൂർവികരുടെ സാധാരണ സ്രാവുകളിൽ കാണപ്പെടുന്ന വായു, ജലം എന്നിവയിൽ ശ്വസിക്കാനുള്ള കഴിവും സർപ്പിള വാൾവ്, കുടൽ പോലുള്ള ദഹന വ്യവസ്ഥയും തുടങ്ങി ചില മോർഫോളജിക്കൽ സ്വഭാവങ്ങളെ നിലനിർത്തി കാണുന്നു. അമേരിക്കൻ അലിഗേറ്ററിനോട് പ്രത്യേകിച്ചും അവയുടെ വിശാലമായ മൂർച്ചയുള്ള നീണ്ട പരുക്കൻ പല്ലുകൾ എന്നിവയുമായി സാമ്യമുള്ളതാണ്. ഇതാ ഈ ഷാർക്കുകളുടെ വലിപ്പം നോക്കൂ. വെള്ളത്തിൻ്റെ അപവർത്തനം മൂലം ഇവയുടെ യഥാർത്ഥ സൈസ് നമുക്ക് മനസ്സിലാവുകയില്ല. വലിപ്പം കുറഞ്ഞാണ് കാണപ്പെടുക. ഇതാ ഇവിടെ മീനുകളെ കൊണ്ട് സ്പാ ചെയ്യിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ആദ്യം കാൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ടാങ്കിലേക്ക് കാലിട്ട് കൊടുത്താൽ മതി. ഇത്തരം മീനുകൾ നമ്മുടെ കാലിൽ നിന്ന് കാർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഇതാ ഈ അക്വേറിയങ്ങൾക്ക് നടുവിലായിട്ട് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വിശ്രമിക്കാം, ഫോട്ടോ എടുക്കാം. ഇതാ ഇവിടെ ഒരു പരന്ന ടാങ്ക്. ഇതിലും ധാരാളം മത്സ്യങ്ങളുണ്ട്, തെരണ്ടി അടക്കമുള്ള മത്സ്യങ്ങൾ. കൂടാതെ ഇവിടെയുമുണ്ടൊരു വിശ്രമ സ്ഥലം, ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ആ കറുത്ത് കാണുന്നതൊരു കറുത്ത തിരണ്ടിയാണ്. അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് ഇവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്. ഇതിലൂടെ കയറി ചെല്ലുമ്പോൾ നമ്മൾക്കൊരു റെയിൻ ഫോറസ്റ്റ് വളരെ ഹരിതാപമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത് കാണാം. കയറി വരുന്ന ഈ സ്പേസിൽ നോക്കുക, താഴെ ധാരാളം ആമകളെ കാണാം. ഇവിടെ നോക്കുക, ഈ ഭാഗം ഒരുക്കിയിരിക്കുന്നത് തന്നെ ഒരു ക്ലേ തീമിലാണ്. വളരെ രസകരമായ ആകർഷകമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ഈ ഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഇവിടെ നോക്കുക, വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉളവാക്കിയിരിക്കുന്നത്. താഴെയൊരു കുളമുണ്ട്, കുളത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട്. സസ്യനിബിഡമായ ഒരു വനമേഖല തന്നെയാണ് ഈ ഹാളിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. മൃഗങ്ങളുടെയും മറ്റും സ്റ്റാച്യു കൊണ്ട് ഒരു വനപ്രതീതി ഇവിടെ ഉളവാക്കിയിരിക്കുന്നു. നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ ഹാളിൽ ധാരാളം മത്സ്യങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ചെറിയ ചെറിയ ടാങ്കുകളിലായി ധാരാളം മത്സ്യങ്ങളുണ്ട്.
വളരെ ആകർഷണീയമായ മറ്റൊരു തീമിലാണ് ഇവിടെ മത്സ്യങ്ങളും ടാങ്കുകളും ഒക്കെ രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. മത്സ്യങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് നാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തുമുണ്ട് കുറച്ച് കാഴ്ചകൾ. ഒട്ടകം, മാൻ, തിമിംഗലം, കരിമീൻ എന്നിങ്ങനെ വിവിധ ഇനം സ്റ്റാച്യുകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. വളരെ ആകർഷകമായ രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്ത് വച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ പുറത്ത് ഇറങ്ങി വരുന്നിടത്ത് തന്നെ നമുക്ക് കാണാം ധാരാളം കോഴിക്കാർപ്പുകളുടെ ഒരു ടാങ്ക് ഇവിടെയുണ്ട്. ഇവിടെ ഇവയ്ക്ക് തീറ്റയിട്ട് കൊടുത്തുകൊണ്ട് അവ തീറ്റയെടുക്കുന്നത് കൊണ്ട് ആസ്വദിക്കുന്ന ഒരു വിനോദമാണ് ഇവിടെ അരങ്ങേറുന്നത്. നമുക്ക് എല്ലാവരും അതിന് വ്യാപൃതരാണ്. തീറ്റയ്ക്കായി തിക്കിത്തിരക്ക് വരുന്ന കാർപ്പുകളെ നോക്ക്, എന്തൊരു രസമാണ്. കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾക്കായി ധാരാളം തീംസ് ഇടപ്പുറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ സന്ദർശന സ്ഥലമായ കഴിഞ്ഞ എപ്പിസോഡിൽ ആനക്കൊട്ടയോടൊപ്പം കൊടുത്തിട്ടുള്ള ഭാരതപ്പുഴയുടെ അഴിമുഖത്തുള്ള ബോട്ട് സവാരിക്കായി ഞങ്ങൾ നീങ്ങുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.